ഹായ് ചക്രക്കുട്ടീസ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. എല്ലാ പ്രൊഡക്റ്റും 200 രൂപയിൽ താഴെയുള്ളതാണ്. മോയ്സ്ചറൈസർ ഒഴിച്ചു കേട്ടോ. സോ ആദ്യം തന്നെ ഞാൻ ന്യൂട്രിറാമിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലൂ ഹെവൻ്റെയും ഈസ്വിസ് ബ്യൂട്ടിയുടെയും കൂടെ ഈ ഒരു പ്രൈമർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. വെഡ്ഡിംഗ് ഗസ്റ്റ് ആയതുകൊണ്ട് നല്ല ഗ്ലോയിങ് ആയിട്ടും ഡ്യൂയിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഈസ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കൺസീലർ എടുത്തിട്ട് എൻ്റെ അണ്ടർ ഐസിലും അതുപോലെ എന്തെങ്കിലും കളർ ഡിഫറൻസ് ഉള്ള ഏരിയയിലും ഡാർക്ക് സ്പോട്ട് ഉള്ള ഏരിയയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൽ നിന്ന് 200 രൂപ താഴെയാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കുറച്ചുകൂടെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കൺസീലർ ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് എൻ്റെ ഫേസിൽ ഈ ഒരു ബ്രഷ് വെച്ചിട്ടും അതുപോലെ തന്നെ കണ്ണിൽ വേറൊരു കുഞ്ഞ് ബ്രഷ് വെച്ചിട്ടുമാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫിംഗേഴ്സ് വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഫിംഗേഴ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫിനിഷ് വരും. പക്ഷേ കുറച്ച് സമയമെടുത്ത് നമ്മൾ ഇരുന്ന് ബ്ലെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ ബാക്കി നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാത്ത ബാക്കിയുള്ള ഏരിയയിൽ ഞാൻ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഇതും നല്ലൊരു അടിപൊളി ഫൗണ്ടേഷനാണ്. ഇച്ചിരി 210 രൂപയോ 190 രൂപയ്ക്കോ മറ്റോണ് ഞാൻ അത് വാങ്ങിച്ചത്. ഇത് ലാക്മേയുടെ ഇൻവിസിബിൾ ഫിനിഷ് ഫൗണ്ടേഷനാണ് കേട്ടോ. അതിനുശേഷം ഈ മേബിലിൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡറിലല്ലോ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ കൺസീലറൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ടൈം പ്രോസസ്സ് അല്ലേ. സോ അതുകൊണ്ട് ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കോമ്പാക്റ്റ് ആണ്. നെക്സ്റ്റ് ഈസ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഐബ്രോസ്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല പനിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ചെയ്യാൻ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഈ ഒരു ഭയങ്കര വിലക്കുറവുള്ള ഈ ഒരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു ടെറാക്കോട്ട ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് നന്നായിട്ട് ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ന്യൂഡ് ഷെയ്ഡ്സ് കൂടുതലും യൂസ് ചെയ്യുന്നതാണ് ബിഗിനർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ മാത്രമാണ് പൊതുവേ നമ്മൾ ചിലപ്പോഴൊക്കെ ഐ ഷാഡോസ് യൂസ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ന്യൂട്രൽ കളേഴ്സ് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഷെയ്ഡുകളാണെങ്കിൽ കുറച്ച് ബ്രൈറ്റും ആണ് എന്നാൽ കുറച്ച് ന്യൂട്രലും ആണ്. ആ ഒരു ടൈപ്പ് ഷെയ്ഡാട്ടോ. അതിനുശേഷം ഒരു ഷാംപെയിൻ ഷിമറി ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള കണ്ണിൽ നമ്മൾ നേരത്തെ ഐ ഷാഡോ ഇട്ട സമയത്ത് പറ്റാത്ത ഭാഗത്തുള്ള ഏരിയ ഉണ്ടല്ലോ ഐലിഡ്സിൽ, അവിടെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷാംപെയിൻ ഷെയ്ഡ് ഇടുന്നത്. നിങ്ങൾക്കും കൈകൊണ്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. കൈകൊണ്ട് ഇടുമ്പോൾ ഈ ഒരു ഷിമറി ഐ ഷാഡോ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ എടുത്തിട്ട് ഔട്ടർ വി മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഔട്ടർ വി മാത്രമാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫൈനലി. അതിനുശേഷം നമ്മുടെ ഹൈലൈറ്റർ എടുത്തിട്ട് ബ്രൗ ബോണിലും ഇന്നർ കോർണറിലും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഐലൈനറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മേബ്ലിൻ്റെ കോസൽ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. വിങ് ലൈനറൊക്കെ വരയ്ക്കുന്ന നല്ല അടിപൊളി ലൈനറാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിച്ച് നോക്കൂ. 180 രൂപയ്ക്കൊക്കെ നമുക്ക് എപ്പോഴും ആമസോണിൽ അവൈലബിൾ ആണ്. സോ നന്നായിട്ടല്ല വെറുതെ തിന്നായിട്ട് കുറച്ച് വിങ് ആയിട്ടുള്ള ചെറിയൊരു വിങ് വെച്ചിട്ടുള്ള ലൈനറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ലൈൻ ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു ഐലൈനറാണ്. നെക്സ്റ്റ് ഞാൻ ആ ഒരു ആദ്യം കാണിച്ച പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒരു ബ്രഷിൻ്റെ ഹെൽപ്പിൽ ഞാൻ താഴത്തും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഫേസ് കുറച്ച് ഡള്ള് പോലെ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ആ ഒരു കൺസീലർ എടുത്തിട്ട് ഹൈ പോയിൻറ്റ്സിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഫ്ലാറ്റ് ആയിട്ടായിരിക്കുന്നത്. സോ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കോൺടോർ ചെയ്യാം. പൗഡർ കോൺടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിവാന കളേഴ്സിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇന്ന് നല്ല പെർഫോമൻസ് ഉള്ള ഒരു പാലറ്റാണിത്. ഈ ഒരു 3 സംഭവം കൂടെ എനിക്ക് 399 രൂപയ്ക്കാണ് കിട്ടിയത്. സോ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് അറൗണ്ട് ഒരു 80 റുപ്പീസ് 85 റുപ്പീസ് ഒക്കെ ആവും. അപ്പോൾ ഇതിൽ തന്നെ നല്ല അടിപൊളി ഹൈലൈറ്ററും ഉണ്ട്, അടിപൊളി ബ്ലഷും ഉണ്ട്. സോ ബ്ലഷും ഹൈലൈറ്ററും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഹൈ പോയിൻറ്റ്സിലും നോസിൻ്റെ അറ്റത്തും മൂക്കിൻ്റെ അറ്റത്തും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ ഇവിടെ ഒരു എന്താ പറയുക മസ്കാര അപ്ലൈ ചെയ്യുന്നത്. ഇത് അടിപൊളി ഒരു മസ്കാരയാണ്. പക്ഷെ ഒരു ഫോൾട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഡ്രൈ ആവാൻ കുറച്ച് താമസം എടുക്കുന്ന മസ്കാരയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇത് ആദ്യമേ ഐ മേക്കപ്പ് ചെയ്ത സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതാകെപ്പാടെ എൻ്റെ ഫേസ് മൊത്തം പരക്കാൻ സാധ്യതയുണ്ടായിരുന്നു. സോ ലിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് TNN എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് എനിക്ക്
ചേരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് നടുക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ അടിപൊളി ഫിനിഷ് ആയിരിക്കും. ഒട്ടും പൗഡറായിട്ടോ കേക്കി ആയിട്ടോ ഒന്നും ഇരിക്കില്ല. ഭയങ്കര നമ്മുടെ സ്കിൻ തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ഈ ഒരു മേക്കപ്പ് ഇരിക്കുന്നത്. നല്ല ഡ്യൂയി ആയിട്ടുള്ള ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. ഇതൊരു വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.